Dear children, accountancy ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ KGC നാഷണൽ ടെക്സ്റ്റിലെ പേജ് നമ്പർ 11.24ലെ ഇല്ലസ്ട്രേഷൻ 8 ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് മനസ്സിലാക്കിയെടുക്കാം. മിസ്റ്റർ ഷോർട്ട് ഡസൻറ്റ് കീപ് കംപ്ലീറ്റ് റെക്കോർഡ്സ്. മിസ്റ്റർ ഷോർട്ട് കംപ്ലീറ്റ് റെക്കോർഡ്സ് ആയിരുന്നില്ല കീപ്പ് ചെയ്തിരുന്നത്, അതായത് ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് ആണ് അദ്ദേഹം കീപ്പ് ചെയ്തിരുന്നത്. On 1st January 2013, he had the following assets and liabilities. 2013 ജനുവരി ആദ്യം അദ്ദേഹത്തിന്റെ ആസ്തികളും ബാധ്യതകളും എന്ന് പറയുന്നത് താഴെ തന്നിരിക്കുന്നവയാണ്. ക്യാഷ് ഇൻ ഹാൻഡ് 3500, സൺട്രി ഡെറ്റേഴ്സ് ഇവിടെ 14,000 എന്ന് എഴുതണം കേട്ടോ, 4,000 അല്ല, 14,000. സ്റ്റോക്ക് ഇൻ ട്രേഡ് 18,500, ഫർണിച്ചർ 6,000, പ്ലാന്റ് ആൻഡ് മെഷീനറി 15,000, സൺട്രി ക്രെഡിറ്റേഴ്സ് 11,000 ആൻഡ് 12% ബാങ്ക് ലോൺ ₹10,000. ഇത്രയും അസറ്റ്സും ലയബിലിറ്റീസുമാണുള്ളത്, അതായത് ഓപ്പണിങ്ങിലെ അസറ്റ്സും ലയബിലിറ്റീസുമാണ് ഇവിടെ തന്നിരിക്കുന്നത്. നെക്സ്റ്റ്, ദ ഫോളോയിങ് വെയർ ഹിസ് ക്യാഷ് ട്രാൻസാക്ഷൻസ് ഫോർ ദ ഇയർ എൻഡഡ് ഡിസംബർ 2013. 2013 ഡിസംബറിലെ അദ്ദേഹത്തിന്റെ ക്യാഷ് ട്രാൻസാക്ഷൻസ് ആണ് താഴെ തന്നിരിക്കുന്നത്. അതായത് ഇതൊരു സമ്മറി ഓഫ് ക്യാഷ് ആണ് തന്നിരിക്കുന്നത്, ക്യാഷ് ബുക്ക് തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് ഇതിൽ നിന്ന് ക്യാഷിന്റെ ക്ലോസിംഗ് ബാലൻസ് അവൈലബിൾ ആണ്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഇനി ഒരു അക്കൗണ്ട് തയ്യാറാക്കേണ്ട ആവശ്യമില്ല, സമ്മറി ഓഫ് ക്യാഷ് ആണല്ലോ തന്നിരിക്കുന്നത്. അപ്പം ഇവിടെ തന്നിരിക്കുന്ന ഈ ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുന്നത് ഈ 7,900 റുപ്പീസ് ആ വർഷ അവസാനം നീക്കിയിരിക്കുന്ന ക്യാഷ് ബാലൻസ് ആണ്. അതായത് ക്യാഷ് ഇൻ ഹാൻഡ് ആ വർഷ അവസാനത്തെ ക്ലോസിംഗ് ക്യാഷ് ബാലൻസ് ആണ് ഈ 7,900 എന്ന് പറയുന്നത്. ഓർത്തോളണം, ഇത് എവിടേക്ക് എഴുതേണ്ടതാണ്? നമ്മളുടെ ഫൈനൽ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുമ്പോൾ അതിൻ്റെ അസറ്റ് സൈഡിൽ ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറഞ്ഞ് കാണിക്കേണ്ട എമൗണ്ട് ആണ് ഈ 7,900. പിന്നെ ഇതിൽ നിന്ന് തന്നെ നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ടിലേക്കും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കും ബാലൻസ് ഷീറ്റിലേക്കും എഴുതാനുള്ള കുറേ ഐറ്റംസ് ഒക്കെ ഇതിനകത്തുണ്ട്. അത് വരയ്ക്കുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ്, on 31st December 2013, the trader has stock in trade ₹30,000, debtors ₹16,500, creditors ₹14,200. 2013 ഡിസംബർ അവസാനം സ്റ്റോക്ക് ഇൻ ട്രേഡ് 30,000 ഉണ്ട്. അതായത് എന്താണ് ഈ തന്നിരിക്കുന്നത്? ക്ലോസിംഗ് ബാലൻസ് ആണ് അല്ലേ, അതായത് ക്ലോസിംഗ് സ്റ്റോക്ക് 30,000 ഉണ്ട്. ഡെറ്റേഴ്സ് 16,500 ഉണ്ട്, ക്രെഡിറ്റേഴ്സ് 14,200 ഉണ്ട്. അപ്പോൾ ഇത് ക്ലോസിംഗ് ലിസ്റ്റാണ് ഈ തന്നിരിക്കുന്നത്. ഡിസ്കൗണ്ട് അലൗഡ് ആൻഡ് റിസീവ്ഡ് വെയർ ₹600 ആൻഡ് 850 റെസ്പെക്റ്റീവ്ലി. ഡിസ്കൗണ്ട് അലൗഡ് 600 ഉണ്ട് എന്ന് വെച്ചാൽ എന്താ? ഡെപ്റ്റേഴ്സിന് ഒരു 600 രൂപ ബിസിനസ്സിൽ നിന്ന് കിഴിവ് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് അല്ലെ, ഡിസ്കൗണ്ട് അലൗ ചെയ്തിരിക്കുന്നത്. ഇനി അതുകൂടാതെ ക്രെഡിറ്റേഴ്സിൽ നിന്നും ബിസിനസ്സിന് ഒരു 850 രൂപ കിഴിവ് ലഭിച്ചിട്ടുമുണ്ട്, ഡിസ്കൗണ്ട് റിസീവ്ഡും ഉണ്ട്. നെക്സ്റ്റ്, പർച്ചേസ് റിട്ടേൺ ആൻഡ് സെയിൽസ് റിട്ടേൺ ഡ്യൂറിംഗ് ദി ഇയർ വെയർ ₹3,000 ആൻഡ് ₹2,500 റെസ്പെക്റ്റീവ്ലി. ആ വർഷം 3,000 രൂപയുടെ പർച്ചേസ് റിട്ടേൺ, നമ്മൾ വാങ്ങിച്ച സാധനത്തിന് 3,000 രൂപയുടെ സാധനം തിരിച്ച് റിട്ടേൺ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2,500 രൂപയുടെ സാധനങ്ങൾ വിറ്റതിൽ നമ്മൾ വിറ്റതിൽ 2,500 രൂപയുടെ സാധനങ്ങൾ തിരികെ വന്നിട്ടുമുണ്ട്. പർച്ചേസ് റിട്ടേണും സെയിൽസ് റിട്ടേണും ഉണ്ട്. നെക്സ്റ്റ്, ഡിപ്രീസിയേഷൻ അറ്റ് ദ റേറ്റ് 10% is required on furniture, plant and machinery and building. ഇത്രയും ഫിക്സഡ് അസറ്റുകൾക്ക് 10% ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. ഫൈൻഡ് ഔട്ട് ദ പ്രോഫിറ്റ് ഓഫ് ദി ട്രേഡേഴ്സ് ഫോർ ദ ഇയർ 2013. ഓൾസോ പ്രിപ്പയർ ഹിസ് ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 31st December 2013. 2013 അദ്ദേഹത്തിന്റെ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും തയ്യാറാക്കാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത്രയുമാണ് ക്വസ്റ്റ്യൻ. അപ്പം നമുക്ക് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും തയ്യാറാക്കുന്നതിന് മുൻപ് കുറച്ചും കൂടി ഇൻഫോർമേഷൻസ് നമുക്ക് കണ്ടെത്തേണ്ടത്, അതായത് കുറച്ച് വിവരങ്ങൾ ഇതിനകത്ത് മിസ്സിംഗ് ആണ്. അപ്പം ഏതൊക്കെയാണ് മിസ്സിംഗ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് പറയുന്നത്? ഇവിടെ നോക്കിക്കേ, ഇവിടെ ഓപ്പണിങ്ങിലെ ലിസ്റ്റിൽ നമുക്ക് ക്യാപിറ്റൽ തന്നിട്ടില്ല, ബാക്കി അസറ്റ്സും ലയബിലിറ്റീസും എല്ലാം ഉണ്ട്. അപ്പം നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കണം. നമുക്ക് ഫൈനൽ ബാലൻസ് ഷീറ്റിൽ ഓപ്പണിംഗ് ക്യാപിറ്റൽ വേണമല്ലോ എഴുതാനായിട്ട്. അപ്പം ഒന്ന് ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കണം. അതിന് നമ്മൾ എന്ത് തയ്യാറാക്കിയാൽ മതി? ഒരു ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് തയ്യാറാക്കിയാൽ മതി.
പിന്നെ ഇവിടെ ഡെറ്റേഴ്സിന്റെയും ക്രെഡിറ്റേഴ്സിന്റെയും ഓപ്പണിംഗ് ബാലൻസ്, ക്ലോസിംഗ് ബാലൻസ്, അതുപോലെ ഡെറ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ എമൗണ്ട്, ക്രെഡിറ്റേഴ്സിന് കൊടുത്ത എമൗണ്ട്, ഇതൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടോട്ടൽ ഡെറ്റേഴ്സ് അക്കൗണ്ട് തയ്യാറാക്കി ഒരു ടോട്ടൽ ക്രെഡിറ്റ് സെയിലിന്റെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഒരു ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് തയ്യാറാക്കി ക്രെഡിറ്റ് പർച്ചേസിന്റെ എമൗണ്ടും കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം ഇത്രയും മിസ്സിംഗ് ഇൻഫോർമേഷൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അതിനുശേഷം വേണം ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും തയ്യാറാക്കാൻ. ആദ്യം ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാം. ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് തയ്യാറാക്കിയാൽ മതി? ഒരു ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് തയ്യാറാക്കിയാൽ മതി, അല്ലെങ്കിൽ ഒരു ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കിയാൽ മതി. അപ്പം ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 1st January 2013. ഈ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് തയ്യാറാക്കാനായിട്ട് എവിടെ നിന്നാണ് നമുക്ക് ആവശ്യമായ വിവരങ്ങൾ കിട്ടുന്നത്? ഓപ്പണിംഗ് ലിസ്റ്റ് നോക്കണം. ഓപ്പണിംഗ് ലിസ്റ്റിലെ അസറ്റ്സും ലയബിലിറ്റീസും വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. അപ്പം നോക്കുക, ക്യാഷ് ഇൻ ഹാൻഡ് ഓപ്പണിംഗിലെ അസറ്റ്സ് ഏതൊക്കെയാണ്? ക്യാഷ് ഇൻ ഹാൻഡ് 3500 ഉണ്ട്, സൺട്രി ഡെറ്റേഴ്സ് 14,000 ഉണ്ട്, സ്റ്റോക്ക് ഇൻ ട്രേഡ് 18,500 ഉണ്ട്, ഫർണിച്ചർ 6,000 ഉണ്ട്, പ്ലാന്റ് ആൻഡ് മെഷീനറി 15,000 ഉണ്ട്. ഇത്രയും അസറ്റ്സ് ആണുള്ളത്. ദെൻ ലയബിലിറ്റീസ് ആയിട്ട് സൺട്രി ക്രെഡിറ്റേഴ്സ് 11,000 ഉണ്ട്, 12% പലിശ കൊടുക്കേണ്ടുന്ന ഒരു ബാങ്ക് ലോൺ 10,000 രൂപയുടെ ഒരു ബാങ്ക് ലോണും എടുത്തിട്ടുണ്ട്. ഇത്രയും ലയബിലിറ്റീസ് ആണുള്ളത്. ദെൻ ടോട്ടൽ ചെയ്യുക, ബാലൻസ് ചെയ്യുക. ബാലൻസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഈ ഫിഗർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്പണിംഗ് ക്യാപിറ്റൽ ആണ്. അപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ നമ്മൾ കണ്ടുപിടിച്ചു എത്രയാണ്? 36,000 ആണ്. ദെൻ ഇനി എന്ത് കണ്ടുപിടിക്കണം? ടോട്ടൽ ഡെറ്റേഴ്സ് അക്കൗണ്ട് തയ്യാറാക്കി ക്രെഡിറ്റ് സെയിലിന്റെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഡെറ്റേഴ്സ് എന്ന് പറയുന്നത് അസറ്റ് ആണ്. ഈ അസറ്റിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്ന ഐറ്റംസ് എല്ലാം ഡെബിറ്റ് സൈഡിലും ഡിക്രീസ് ചെയ്യുന്ന ഐറ്റംസ് എല്ലാം ക്രെഡിറ്റ് സൈഡിലുമാണ് എഴുതേണ്ടത്. പിന്നെ അതിന്റെ ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും അതും എഴുതാൻ അറിയാം. നമുക്കറിയാം ഡെറ്റർ എന്ന് പറയുന്ന അസറ്റ് ആണ്. അസറ്റ്സിന്റെ ഓപ്പണിംഗ് ബാലൻസ് എപ്പോഴും ഡെബിറ്റ് സൈഡിലും ക്ലോസിംഗ് ബാലൻസ് ക്രെഡിറ്റ് സൈഡിലുമാണ്. എവിടെ കിടക്കുന്ന ഇതിന്റെ ഓപ്പണിംഗ് ബാലൻസ്? ഓപ്പണിംഗിലെ ലിസ്റ്റ് നോക്കുക. സൺട്രി ഡെറ്റേഴ്സിന്റെ ഓപ്പണിംഗ് ബാലൻസ് ഇവിടെ എത്രയാണ്? 14,000 ആണ് അല്ലേ? അപ്പം ബാലൻസ് ബ്രോട്ട് ഡൗൺ എന്ന് പറഞ്ഞു 14,000 ഡെബിറ്റ് സൈഡിൽ എഴുതിയിരിക്കുന്നു. ഇനി ക്ലോസിംഗ് ബാലൻസ് വേണം. ക്ലോസിംഗ് ബാലൻസ് എവിടെ കിടപ്പുണ്ട്? ക്ലോസിംഗിലെ ലിസ്റ്റ് നോക്കുക. ഡെറ്റേഴ്സ് എത്രയാണ്? ക്ലോസിംഗ് ബാലൻസ് 16,500 രൂപയാണ്. ഇനി നമുക്ക് ഈ ഡെറ്റേഴ്സിന്റെ എമൗണ്ട് കുറയ്ക്കുന്ന ഐറ്റംസ് വേണം. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ നോക്കിക്കേ, നമ്മുടെ ക്യാഷ് ബുക്ക് നോക്കിയെന്നാൽ ഇവിടെ റെസീപ്റ്റ് സൈഡിൽ ഡെറ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് 65,000 രൂപ കിട്ടിയിട്ടുണ്ട് അല്ലേ? അതിന്റെ അർത്ഥം എന്താ? 65,000 രൂപ ഡെറ്റേഴ്സ് ക്യാഷ് തന്നാൽ പിന്നെ അവർ ഡെറ്റർ എന്ന് വിളിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ 65,000 രൂപയ്ക്ക് ഡെറ്റർ എന്ന് പറയുന്ന അസറ്റ് ഡിക്രീസ് ചെയ്തു. അതുകൊണ്ട് അതെന്ത് ചെയ്യുന്നു? ഡെറ്റേഴ്സ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ ക്യാഷ് എന്ന് പറഞ്ഞ് 65,000 എഴുതിയിരിക്കുന്നു. ഇനി മറ്റൊന്ന്, ഇവിടെ ഡിസ്കൗണ്ട് ഡെറ്റേഴ്സിന് നമ്മളൊരു 600 രൂപ ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 600 രൂപ ബിസിനസ്സിൽ നിന്ന് കിഴിവ് കൊടുക്കുമ്പോൾ അത്രയും തുക അവർ കുറച്ചല്ലേ തരികയുള്ളൂ. അപ്പോൾ 600 രൂപയ്ക്ക് ഡെറ്റേഴ്സിന്റെ എമൗണ്ട് അവിടെ എന്ത് ചെയ്തു? ഡിക്രീസ് ചെയ്തു. അപ്പം അതുകൊണ്ട് ഡിസ്കൗണ്ട് അലൗഡ് എന്ന് പറഞ്ഞ് ക്രെഡിറ്റ് സൈഡിൽ 600 എഴുതിയിരിക്കുന്നു. പിന്നെ അത് കൂടാതെ നോക്കിക്കേ, ഡെറ്റേഴ്സിന് നമ്മൾ കടത്തിൽ വിറ്റിരുന്നു. അതിൽ എന്ത് ചെയ്തു? ഒരു സെയിൽസ് റിട്ടേൺ വന്നിട്ടുണ്ട്. എത്രയാ? 2,500 രൂപയുടെ സാധനങ്ങൾ അവർ തിരികെ തന്നു അല്ലേ? സെയിൽസ് റിട്ടേൺ. അപ്പൊ അതിന്റെ ക്യാഷ് അവർ തരൂലല്ലോ. അപ്പൊ 2,500 രൂപയ്ക്ക് ഡെറ്റർ എന്ന് പറയുന്ന അസറ്റ് അവിടെ എന്ത് ചെയ്തു? ഡിക്രീസ് ചെയ്തു. അപ്പൊ ഇത്രയുമാണ് ഡെറ്റേഴ്സിന്റെ എമൗണ്ട് ഡിക്രീസ് ചെയ്യുന്ന ഐറ്റംസ്. ഈ ക്വസ്റ്റിനകത്ത് വേറൊന്നുമില്ല. പിന്നെ എന്ത് ചെയ്യുക? ടോട്ടൽ ചെയ്യുക, ബാലൻസ് ചെയ്യുക. ടോട്ടൽ ചെയ്ത് ബാലൻസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫിഗർ എന്ന് പറയുന്നത് ക്രെഡിറ്റ് സെയിലിന്റെ എമൗണ്ട് ആണ്. ഇവിടെ 70,600 രൂപയുടെ ക്രെഡിറ്റ് സെയിലാണ് നടന്നിട്ടുള്ളത്. ഇത് നമ്മൾ കണ്ടുപിടിച്ച എമൗണ്ട് ആണ്. ക്ലിയർ? ഇനി ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് തയ്യാറാക്കി ക്രെഡിറ്റ് പർച്ചേസിന്റെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്കറിയാം ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ലയബിലിറ്റി ആണ്. അപ്പോൾ ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്ന ഐറ്റംസ് എല്ലാം ക്രെഡിറ്റ് സൈഡിലും ഡിക്രീസ് ചെയ്യുന്ന ഐറ്റംസ് എല്ലാം ഡെബിറ്റ് സൈഡിലുമാണ് വേണ്ടത്. പിന്നെ ഇതിന്റെ ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും എഴുതണം. ലയബിലിറ്റിയുടെ ഓപ്പണിംഗ് ബാലൻസ് എപ്പോഴും ക്രെഡിറ്റ് ആയിരിക്കും, ക്ലോസിംഗ് ബാലൻസ് ഡെബിറ്റ് ആയിരിക്കും അല്ലേ? അപ്പം ഓപ്പണിംഗ് ബാലൻസ്, ക്രെഡിറ്റേഴ്സിന്റെ ഓപ്പണിംഗ് ബാലൻസ് എവിടെ നിന്ന് കിട്ടും? ഓപ്പണിംഗിലെ ലിസ്റ്റ് നോക്കുക. ക്രെഡിറ്ററിന്റെ എമൗണ്ട് എത്രയാണ്? 11,000. ക്ലോസിംഗ് ബാലൻസ് കിട്ടാൻ ക്ലോസിംഗ് ലിസ്റ്റ് നോക്കുക. ക്രെഡിറ്റേഴ്സിന്റെ 14,200 രൂപയാണ് ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്പണിംഗ് 11,000, ക്ലോസിംഗ് 14,200. അതെഴുതി.
ഇനി ക്രെഡിറ്റേഴ്സ് എന്ന ബാധ്യത ഡിക്രീസ് ചെയ്യുന്ന ഐറ്റംസ് എല്ലാം ഡെബിറ്റ് സൈഡിലും ഇൻക്രീസ് ചെയ്യുന്ന ഐറ്റംസ് ക്രെഡിറ്റ് സൈഡിലുമാണല്ലോ എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ എപ്പോഴൊക്കെയാണ് ക്രെഡിറ്റർ എന്ന ബാധ്യത ഡിക്രീസ് ചെയ്യുന്നത്? ഇവിടെ നോക്കിക്കേ, പേയ്മെൻറ്റ് സൈഡിൽ ക്രെഡിറ്റേഴ്സിന് ഒരു 42,000 റുപ്പീസ് കൊടുത്തിട്ടുണ്ട്, പേയ്മെൻറ്റ് നൽകിയിട്ടുണ്ട് അല്ലെ. ക്രെഡിറ്റേഴ്സിന് 42,000 രൂപ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 42,000 രൂപ കൊടുത്തു കഴിയുമ്പോൾ അത്രയും തുകയ്ക്ക് ക്രെഡിറ്ററോടുള്ള ബാധ്യത അവിടെ കുറയുകയല്ലേ ചെയ്തത്. അപ്പോൾ അതെന്ത് ചെയ്യണം? ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ക്യാഷ് എന്ന് പറഞ്ഞ് 42,000 കാണിക്കണം. ഇനി മറ്റൊരു ഐറ്റം എന്ന് പറയുന്നത്, ഇവിടെ നോക്കിക്കേ, ക്രെഡിറ്റേഴ്സിൽ നിന്നും 850 രൂപ ഡിസ്കൗണ്ട് കിട്ടിയിട്ടുണ്ട്. 850 രൂപ ഡിസ്കൗണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 850 രൂപ ക്രെഡിറ്റേഴ്സ് നമുക്ക് ബിസിനസ്സിന് കിഴിവ് തന്നു എന്ന് പറയുമ്പോൾ ഈ 850 രൂപ അവർക്ക് കുറച്ച് കൊടുത്താൽ മതിയല്ലോ, അത് കുറച്ച് കൊടുത്താൽ പോരെ. അപ്പോൾ 850 രൂപയ്ക്ക് ക്രെഡിറ്ററോടുള്ള ബാധ്യത അവിടെ എന്ത് ചെയ്യപ്പെടുന്നു? ഡിക്രീസ് ചെയ്യപ്പെടുന്നു. അപ്പോൾ അതുകൊണ്ട് അതും എന്ത് ചെയ്യുന്നു? ഡെബിറ്റ് സൈഡിൽ ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്ന് പറഞ്ഞ് 850 കാണിക്കുന്നു. പിന്നെ ഇവിടെ നമ്മൾ പർച്ചേസ് ചെയ്ത സാധനം തിരികെ റിട്ടേൺ ചെയ്തിട്ടുണ്ട്, പർച്ചേസ് റിട്ടേൺ നടത്തിയിട്ടുണ്ട്. എത്ര രൂപയുടെ? 3000 രൂപയുടെ. അപ്പം കേടുവന്നത് കൊണ്ടോ മറ്റോ ആയിരിക്കും നമ്മൾ തിരികെ കൊടുത്തത്. അപ്പോൾ ഈ 3000 രൂപ നമ്മൾ ക്യാഷ് കൊടുക്കുമോ? ഇല്ലല്ലോ. പർച്ചേസ് റിട്ടേൺ ചെയ്ത എമൗണ്ടിൻ്റെ അത്രയും തുകയ്ക്ക് നമ്മുടെ ലയബിലിറ്റി എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. അപ്പോൾ ആ 3000 രൂപയും കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു? കുറയുന്നു അല്ലേ. അപ്പോൾ പർച്ചേസ് റിട്ടേണും ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എഴുതുന്നു. അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് ഇതിൽ എഴുതേണ്ടതുള്ളത്. ദെൻ ടോട്ടൽ ചെയ്യുക, ബാലൻസ് ചെയ്യുക. ബാലൻസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഈ ഫിഗർ എന്ന് പറയുന്നത് എന്താണ്? ക്രെഡിറ്റ് പർച്ചേസിൻ്റെ എമൗണ്ട് ആണ്. അപ്പോൾ ക്രെഡിറ്റ് പർച്ചേസും കണ്ടുപിടിച്ചു. അപ്പോൾ നമ്മുടെ മിസ്സിംഗ് ഇൻഫോർമേഷൻസ് എല്ലാം ലഭിച്ചു കഴിഞ്ഞു. ഇനി എന്ത് തയ്യാറാക്കുക? ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും തയ്യാറാക്കാം. ട്രേഡിംഗ് അക്കൗണ്ടിൽ നമുക്കറിയാം ഓപ്പണിംഗ് സ്റ്റോക്ക് എഴുതണം. ഓപ്പണിംഗ് സ്റ്റോക്ക് ഇതാ ഇവിടെ തന്നിട്ടുണ്ട്. എത്രയാണ്? സ്റ്റോക്കിൻ്റെ റേറ്റ് 18,500 അല്ലേ. പിന്നെ പർച്ചേസസ് എഴുതുമ്പോൾ നമുക്കറിയാം നെറ്റ് പർച്ചേസ് ആണ് എഴുതേണ്ടത്. നെറ്റ് പർച്ചേസ് എന്ന് പറയുമ്പോൾ ക്യാഷ് പർച്ചേസും ക്രെഡിറ്റ് പർച്ചേസും രണ്ടും ടോട്ടൽ ചെയ്തിട്ട് അതിൽ നിന്ന് റിട്ടേൺസ് ഉണ്ടെങ്കിൽ അത് ഡിഡക്റ്റ് ചെയ്തിട്ട് വേണം എഴുതാനായിട്ട്. അപ്പോൾ ഇവിടെ പർച്ചേസ് റിട്ടേൺ വരുന്നുണ്ട് 3000-ൻ്റെ. ഇപ്പം ക്യാഷ് സെയിൽ നമുക്ക് എവിടെ കിടപ്പുണ്ട്? ക്യാഷ് സെയിലിൻ്റെ എമൗണ്ട് ഇവിടെ ക്യാഷ് ബുക്കിൽ കിടപ്പുണ്ട്. എത്രയാണ്? 72,000. പിന്നെ ക്രെഡിറ്റ് സെയിലിൻ്റെ എമൗണ്ട് നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്രയാണ്? 70,600. അപ്പോൾ അത് രണ്ടും കൂടി ടോട്ടൽ ചെയ്യുന്നു. ക്യാഷ് സെയിൽ 64,000 ആണ് കേട്ടോ. ക്യാഷ് സെയിൽസ് ക്ഷമിക്കണം, നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ പർച്ചേസ് അല്ലേ എഴുതുന്നത്, പറഞ്ഞപ്പോൾ മാറിപ്പോയതാണ്. അപ്പോൾ ക്യാഷ് പർച്ചേസിൻ്റെ എമൗണ്ട് 64,000. പിന്നെ ക്രെഡിറ്റ് പർച്ചേസിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഏതാണ്? ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് തയ്യാറാക്കി ക്രെഡിറ്റ് പർച്ചേസ് 49,050 രൂപ എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടി ടോട്ടൽ ചെയ്തിട്ട് അതിൽ നിന്ന് പർച്ചേസ് റിട്ടേൺ, ഇവിടെ പർച്ചേസ് റിട്ടേൺ പറയുന്നുണ്ട് അല്ലേ, 3000 രൂപയുടെ പർച്ചേസ് റിട്ടേൺ ഉണ്ട്. അത് ഡിഡക്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് വേണം എമൗണ്ട് കോളത്തിലേക്ക് എഴുതാൻ. പിന്നെ ഡെബിറ്റ് സൈഡിൽ വരുന്ന മറ്റ് ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത് ഒന്ന് വേജസ് കിടപ്പുണ്ട്. 6,000 രൂപ വേജസ് കൊടുത്തിരിക്കുന്നത് കണ്ടോ, വേജസ് ഉണ്ട്. പിന്നെ ക്യാരിയേജ് ഉണ്ട്, 2,000 രൂപയുടെ ക്യാരിയേജും ഉണ്ട്. അപ്പോൾ അത് രണ്ടും എന്ത് ചെയ്യണം? ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ട ഐറ്റംസ് ആണ്. അതും എഴുതും. ഇത്രയുമാണ് ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ വരുന്ന ഐറ്റംസ്. ഇനി ക്രെഡിറ്റ് സൈഡിൽ നമുക്കറിയാം സെയിൽസ് എന്ന് പറയുമ്പോൾ ക്യാഷ് സെയിലും വരണം, ക്രെഡിറ്റ് സെയിലും വരണം. ക്യാഷ് സെയിലിൻ്റെ എമൗണ്ട് ഇതാ ഇവിടെ കിടപ്പുണ്ട്. സെയിൽസ് എത്രയാണ്? 72,000 ആണ്. പിന്നെ ക്രെഡിറ്റ് സെയിൽ നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് 70,600. അത് രണ്ടിൻ്റെയും കൂടി ആദ്യം ടോട്ടൽ ചെയ്യുക. പിന്നെ ഇവിടെ എന്തുണ്ട്? സെയിൽസ് റിട്ടേൺ ഉണ്ട്. സെയിൽസ് റിട്ടേൺ എന്ന് പറയുമ്പോൾ ഇവിടെ എത്രയാണ്? സെയിൽസ് റിട്ടേണിൻ്റെ എമൗണ്ട് 2,500 ആണ്. അപ്പോൾ അത് ഡിഡക്റ്റ് ചെയ്തിട്ടുള്ള നെറ്റ് സെയിലിൻ്റെ എമൗണ്ട് വേണം എമൗണ്ട് കോളത്തിലേക്ക് എഴുതാനായിട്ട്. പിന്നെ അവിടെ വരുന്ന ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്. അപ്പോൾ അതും എഴുതുന്നു. ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ ക്ലോസിംഗ് ലിസ്റ്റിൽ കിടപ്പുണ്ട് 30,000 അല്ലേ. സ്റ്റോക്ക് ഇൻ ട്രേഡ് 30,000 അതിങ്ങോട്ടേക്ക് എഴുതിയിരിക്കുന്നു. ദെൻ ടോട്ടൽ ചെയ്യുക, ബാലൻസ് ചെയ്യുക. ബാലൻസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഇവിടെ ഗ്രോസ് പ്രോഫിറ്റ് ആണ്. ആ ഗ്രോസ് പ്രോഫിറ്റിനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ബ്രോട്ട് ഡൗൺ ചെയ്തിരിക്കുന്നു. ഇനി എന്ത് ചെയ്യണം? ബാക്കിയെല്ലാ ഇൻഡയറക്റ്റ് എക്സ്പെൻസസും ലോസസും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലും റവന്യൂസും ഗെയിൻസും ക്രെഡിറ്റ് സൈഡിലും. ഇപ്പം ഇവിടെ റവന്യൂസ് അല്ലെങ്കിൽ ഗെയിൻസ് എന്ന് പറയാനായിട്ട് ഒന്ന് ക്രെഡിറ്റേഴ്സിൽ നിന്ന് നമുക്ക് ബിസിനസ്സിൻ്റെ ഡിസ്കൗണ്ട് കിട്ടിയിട്ടുണ്ട്. ഡിസ്കൗണ്ട് കിട്ടിയ എമൗണ്ടോടെ തന്നിട്ടുണ്ട് 850 ആണ്. അപ്പോൾ ആ 850 ക്രെഡിറ്റ് സൈഡിൽ എഴുതണം. പിന്നെ കൂടാതെ
ഇവിടെ റെസീപ്റ്റ് സൈഡിൽ കമ്മീഷനായിട്ട് ഒരു 3000 രൂപ കിട്ടിയിട്ടുണ്ട്. അതും എന്ത് ചെയ്യണം? ക്രെഡിറ്റ് സൈഡിൽ എഴുതണം. പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എന്ന് പറയുന്നത് ഒന്ന് സാലറി, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ 7000 എഴുതണം. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ലോൺ കിടപ്പുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ലോണ് ഇവിടെ നോക്കിക്കേ 600 ഇൻട്രസ്റ്റ് ഓൺ ലോൺ കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ എടുത്തിരിക്കുന്ന ലോൺ എമൗണ്ട് എത്രയാണ്? 12% പലിശയ്ക്ക് 10000 രൂപയാണ് ലോൺ എടുത്തിരിക്കുന്നത്. അപ്പം മുഴുവൻ ഇൻട്രസ്റ്റും അവിടെ അടച്ചിട്ടുണ്ടോ എന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ 10000 രൂപയ്ക്ക് 12% പലിശ വെച്ചിട്ട് ഒരു വർഷത്തെ ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എത്ര വരും? 10000 × 12/100 1200 രൂപയാണ് ഇൻട്രസ്റ്റ് ആയിട്ട് വരേണ്ടത്. പക്ഷേ ഇവിടെ ഇൻട്രസ്റ്റ് ആയിട്ട് എത്രയേ അടച്ചിട്ടുള്ളൂ? 600 അടച്ചിട്ടുള്ളൂ. അതിൻ്റെ അർത്ഥം എന്താ? ഒരു 600 രൂപയും കൂടി ഇനിയും ഇൻട്രസ്റ്റ് ഇനത്തിൽ അടയ്ക്കാനുണ്ട് അല്ലേ? ഒരു ഹിഡൻ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇനി അടയ്ക്കാനുള്ള ഇൻട്രസ്റ്റും കൂടി ചേർത്തിട്ട് വേണം നമ്മൾ എഴുതാനായിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ. അപ്പം അടച്ച എമൗണ്ട് ആയിട്ടുള്ള 600ഉം ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഓൾറെഡി 600 അടച്ചിട്ടുണ്ട്. ഇനി അടയ്ക്കാൻ 600 കൂടിയുണ്ട്. രണ്ടും കൂടെ ചേർത്ത് 1200. ഈ ഔട്ട്സ്റ്റാൻഡിങ് 600 എന്ന് പറയുന്നത് എവിടെയും പോകേണ്ടതാണ്? ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിലേക്ക് പോകേണ്ടതുമാണ്. മറന്നു പോകരുത്. പിന്നെ മറ്റൊരു ഐറ്റം എന്ന് പറയുന്നത് ഇവിടെ ഡിസ്കൗണ്ട് അലൗ ചെയ്തിട്ടുണ്ട് അല്ലേ? ഡെറ്റേഴ്സിന് ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ട്. എത്ര രൂപയാണ് ഡിസ്കൗണ്ട് അലൗഡ്? 600 ആണ്. അപ്പോൾ അത് എഴുതണം, ഡിസ്കൗണ്ട് അലൗഡ് എഴുതണം. പിന്നെ എന്താ ഉള്ളത്? ഡിപ്രീസിയേഷൻ ഉണ്ട് അല്ലേ? ഡിപ്രീസിയേഷൻ ഏതിനൊക്കെയുണ്ട്? ഫർണിച്ചറിനുണ്ട്, പ്ലാന്റ് ആൻഡ് മെഷീനറിക്കുണ്ട്, ബിൽഡിങ്ങിനുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഫർണിച്ചറിൻ്റെ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. നോക്കിക്കേ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു, ഇവിടെ ഓപ്പണിങ്ങിൽ ഒരു 6000 രൂപയുടെ ഫർണിച്ചറുണ്ട്. നോക്കിക്കേ, അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇവിടെ 1/7/13 വീണ്ടും ഒരു 4000 രൂപയുടെയും കൂടി ഫർണിച്ചർ വാങ്ങിച്ചു. അപ്പോൾ ഈ 2 ഫർണിച്ചറിന് നമ്മൾ ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ ഈ ആദ്യത്തെ ഫർണിച്ചറിൻ്റെ ഡിപ്രീസിയേഷൻ എന്ന് പറയുമ്പോൾ 6000 രൂപയുടെ 10%, 6000 × 10/100 600 ആണ് അല്ലേ? അതൊക്കെ. ഇനി അടുത്ത ഫർണിച്ചർ, ഇവിടെ 4000 രൂപയുടെ ഫർണിച്ചർ വീണ്ടും ജൂലൈ 1 വാങ്ങിച്ചിട്ടുണ്ട്. അതിൻ്റെയും ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഇയറിൽ ഫുള്ള് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇത് ഈ വർഷം ജൂലൈയിലാണ് വാങ്ങിച്ചത് അല്ലേ? അപ്പം ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 6 മാസമാണ് ഈ ഫർണിച്ചർ നമ്മൾ ഈ അക്കൗണ്ടിങ് ഇയറിൽ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എത്രയാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്? 4000 × 10/100 × 6/12 6 മന്തിലെ പ്രൊവൈഡ് ചെയ്താൽ മതി. അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എത്ര വരും? 200 വരും. അപ്പോൾ ഫർണിച്ചറിൻ്റെ ടോട്ടൽ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് 600ഉം 200ഉം അങ്ങനെ 800 രൂപയാണ്. പിന്നെ പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് ഉണ്ട്. പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ വാല്യൂ എന്ന് പറയുന്നത് 15,000 ആണ്. അതിൻ്റെ 10% വരുമ്പോൾ 1500. ബിൽഡിങ്ങിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 15,000 ആണ്. അതിൻ്റെ 10% എടുക്കുമ്പോൾ 1500. അങ്ങനെ ടോട്ടൽ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ 3800 വരും. അപ്പോൾ ഇത്രയുമാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ വരുന്ന ഐറ്റം. ദെൻ ടോട്ടൽ ചെയ്യുക, ബാലൻസ് ചെയ്യുക. ബാലൻസ് ചെയ്യുമ്പോൾ ഇവിടെ നെറ്റ് പ്രോഫിറ്റ് ആണ് കിട്ടുന്നത് 24,800. അതിന് എന്ത് ചെയ്യണം? ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഇനി ബാലൻസ് ഷീറ്റ് വരയ്ക്കുക. ബാലൻസ് ഷീറ്റിൽ നമുക്കറിയാം ക്ലോസിങ്ങിലെ അസറ്റ്സും എല്ലാം ലയബിലിറ്റീസുമാണ് നമ്മൾ ലിസ്റ്റ് ചെയ്യേണ്ടത്. അസറ്റ്സ് എന്ന് പറയുമ്പോൾ ഒന്ന് ക്യാഷ് ഇൻ ഹാൻഡ് അല്ലേ? ക്ലോസിംഗ് ക്യാഷ് ബാലൻസ് എഴുതണം. അതെവിടെ നിന്ന് കിട്ടും? നമ്മുടെ ക്യാഷ് ബുക്കിൻ്റെ ബാലൻസ് CD, അതാണ് ക്ലോസിങ്ങിലുള്ള ക്യാഷ് ഇൻ ഹാൻഡ് 7,900. നെക്സ്റ്റ് ക്ലോസിംഗ് സ്റ്റോക്ക് 30,000 ഉണ്ട്. ഇവിടെ ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട് 30,000. പിന്നെ ഡെറ്റേഴ്സിൻ്റെ ക്ലോസിംഗ് ബാലൻസ് 16,500, അത് എഴുതണം. പിന്നെ 2-3 അസറ്റ്സ് ഉണ്ട്. അസറ്റ്സിൻ്റെ എല്ലാം ഡിപ്രീസിയേഷൻ കഴിച്ചിട്ടുള്ള എമൗണ്ട് വേണം ഇങ്ങോട്ടേക്ക് എഴുതാനായിട്ട്. ബിൽഡിങ്ങിൻ്റെ ഡിപ്രീസിയേഷൻ 1,500 കുറച്ചിട്ട്, പ്ലാന്റ് ആൻഡ് മെഷീനറി 15,000 അതിൻ്റെ 1,500 ഡിപ്രീസിയേഷൻ കുറയ്ക്കണം. ഫർണിച്ചർ എന്ന് പറയുമ്പോൾ ആദ്യം 6,000 രൂപയുടെ ഫർണിച്ചർ ഉണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും ഒരു അഡീഷൻ 4,000 രൂപയുടെ ഫർണിച്ചർ വീണ്ടും വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ മൊത്തം 10,000 രൂപയുടെ ഫർണിച്ചർ ഉണ്ട്. ആ 10,000 രൂപയുടെ ഫർണിച്ചറിന് നമ്മൾ 800 രൂപ ഇവിടെ ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് കഴിച്ചിട്ടുള്ള എമൗണ്ട് വേണം എമൗണ്ട് കോളത്തിലേക്ക് എഴുതാൻ. പിന്നെ ലയബിലിറ്റി സൈഡിൽ സൺട്രി ക്രെഡിറ്ററിൻ്റെ ക്ലോസിംഗ് ബാലൻസ് 14,200 ഉണ്ട്, അത് എഴുതണം. പിന്നെ ബാങ്ക് ലോൺ, ഇവിടെ 10,000 രൂപയുടെ ബാങ്ക് ലോൺ ഇനി അടയ്ക്കാൻ കിടപ്പുണ്ട് അല്ലേ? ആ 10,000 അതിൻ്റെ കൂടെ ഇനി ഒരു 600 രൂപ ഇൻട്രസ്റ്റും കൂടി ആ വർഷം അടയ്ക്കാനുണ്ട്. അതെന്ന് പറയുന്നത് ലയബിലിറ്റിയാണ്. അപ്പോൾ 10,000 അതുകൂടെ കൂടാതെ ഔട്ട്സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റ് ഓൺലാണ് ഔട്ട്സ്റ്റാൻഡിങ് 600, അതും അതിൻ്റെ കൂടെ കാണിക്കേണ്ടതാണ്. ഇനി ക്യാപിറ്റലും അതിനോടനുബന്ധിച്ച അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമുക്കറിയാം ഓപ്പണിംഗ് ക്യാപിറ്റലാണ്. ഓപ്പണിംഗ് ക്യാപിറ്റൽ നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്രയാണ്? 36,000 ആണ്. അപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റലിൻ്റെ കൂടെ
ഇവിടെ ഒരു ഓപ്പണിംഗ് ക്യാപിറ്റൽ ഉണ്ട്, പിന്നെ എന്തുവാണ് അതിൻ്റെ കൂടെ നെറ്റ് പ്രോഫിറ്റ് ഉണ്ട് അല്ലേ. നെറ്റ് പ്രോഫിറ്റ് എഴുതുന്നതിന് മുമ്പ് നോക്കിക്കേ, നമ്മുടെ ക്യാഷ് ബുക്ക് നോക്കിക്കേ, ഇവിടെ എന്തുണ്ട്, ഒരു അഡീഷണൽ ക്യാപിറ്റലായിട്ട് ഒരു 5000 രൂപ കൂടി പിന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ റെസീപ്റ്റ് സൈഡിൽ കണ്ടോ, അഡീഷണൽ ക്യാപിറ്റൽ ഒരു 5000 രൂപ, പിന്നെ ഈ ഓപ്പണിംഗ് ക്യാപിറ്റൽ കൂടാതെ ഒരു അഡീഷണൽ ക്യാപിറ്റൽ ആ വർഷം 5000 രൂപ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അഡീഷണൽ ക്യാപിറ്റൽ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണ്ടേ. അപ്പോൾ നമ്മൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ എഴുതി, അതിൻ്റെ കൂടെ അഡീഷണൽ ക്യാപിറ്റലായിട്ടുള്ള 5000 അത് ആഡ് ചെയ്യുന്നു. അതിൻ്റെ കൂടെ നെറ്റ് പ്രോഫിറ്റ് നമ്മൾ കണ്ടുപിടിച്ചത് ഇവിടെ 24,800 അതും എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു. എന്നിട്ടുള്ള എമൗണ്ട് വേണം എമൗണ്ട് ബോർഡിലേക്ക് എഴുതുക. പിന്നെ ടോട്ടൽ ചെയ്യുക, ടോട്ടൽ ചെയ്യുമ്പോൾ ബാലൻസ് ഷീറ്റ് ടാലി ആകും. അപ്പം ഇങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മതി. ഓക്കെ, താങ്ക് യു.